Welcome to Warner Bros. World, Abu Dhabi. This place is massive, അടിപൊളി വൈബാണ്. But do not make the same mistakes we did. First rule, never visit on weekends or holidays. നല്ല തിരക്കായിരിക്കും. You will just stand in endless queues and risk of technical issues as skyrockets. And guess what? We actually got stuck right in the middle of two different rides. 15 to 30 minutes and ammo. ഇവിടെ ഫേസ് പാസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഫേസ് സ്കാൻ ചെയ്താൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ബാറ്റ്മാൻ സെക്ഷനിലേക്കാണ്. അവിടെ ബാറ്റ്മാൻ്റെ കാറ്, ബാറ്റ്മാൻ സിറ്റി, ബാറ്റ്മാൻ റൈഡ്സ് എല്ലാം അടിപൊളി. അവസാനം നോക്കിയപ്പോൾ ബാറ്റ്മാൻ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ ബാറ്റ്മാനെ നമ്മൾ സ്കെയർ ക്രോ എന്ന് പറഞ്ഞ റൈഡിൽ കയറി കുറച്ച് നേരം അടിപൊളി എയറിലൊക്കെ കയറിയത് ഈ കാണുന്ന റൈഡ്. ഇത് കയറി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എയറിൽ സ്റ്റക്കായിപ്പോയി ഗൈസ്. പിന്നെ എത്ര എന്തോളം മാതാവൊക്കെ ചൊല്ലി കൃപാസനമാകാനൊക്കെ പ്രാർത്ഥിച്ചാണ് നമ്മൾ ഭൂമിയിൽ ഇറങ്ങിയത്. ടെക്നിക്കൽ ഇഷ്യൂസ് അപ്പോഴാണ് സോൾവ് ചെയ്ത് നമ്മൾ സേഫായിട്ട് എത്തി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ജോക്കർ ഹണ്ടിലേക്കാണ്. ഇതാണ് അവിടെ വെച്ചാൽ നമ്മളൊരു മൊത്തത്തിലൊരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഉള്ളത്. കിഡ്സിന് കളിക്കാനും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി കിഡ്സിന് മാത്രമല്ല, നമ്മുടെ ഇന്നർ ചൈൽഡിനും അടിപൊളി ഫീലാണ്. എനിക്കൊക്കെ ഇങ്ങനെ വാവുന്നൊക്കെ ഒരു ഫീലായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് ലോങ് ക്യൂസാണ്. ഇത് ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ടാണ്, പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിന് മാത്രം വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഷോസ് ഓരോ 1 hour കൂടുമ്പോൾ ഓരോരോ ഷോസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരിക്കും. കിഡ്സിനെ കൊണ്ടൊന്നും അടിപൊളിയായിരിക്കും. പിന്നെ അടുത്ത റൈഡ് നമുക്ക് പണി കിട്ടിയത് ഇതാണ് ബെഡ് റോക്കിൻ്റെ അവിടെ. ബെഡ് റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആപ്പാടെ ഒരു വാട്ടർ റൈഡ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ട്രൈ ആണ്. ഈ റൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. എനിക്കിപ്പോൾ നമ്മൾ പണ്ട് കുഞ്ഞിലെ കാർട്ടൂണിൽ കണ്ട ഓർമ്മകളൊക്കെ വന്നു ഇതൊക്കെ കണ്ടപ്പോൾ. ഈ റൈഡാണ് നമ്മുടെ പണി കിട്ടിയ റൈഡ്. ആദ്യത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വ്യൂസൊക്കെ കണ്ടിങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ പിള്ളേരുടെ ഒരു ഒച്ചയൊക്കെ എന്നാ പറ്റിയെന്നൊക്കെ ഓർത്ത് നോക്കിയപ്പം സ്റ്റക്ക്. പിന്നെ പുറകെ നോക്കിയാൽ പുറകെ വരുന്നൊരു സ്റ്റക്ക്. പിന്നെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഈ പിള്ളേരുടെ ഒച്ചയും ബഹളമായിരുന്നു അവിടെ ഫുൾ. ബട്ട് എനിവേസ് വി ഓൾ എൻജോയ്ഡ്, അടിപൊളിയായിരുന്നു. പിന്നെ ടീമൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തു. ബട്ട് ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലേ, നമ്മളെപ്പോഴും എല്ലാവരും ബാക്ക് സ്റ്റോറീസ് മാത്രം കാണിക്കാണ്ട് നേരെ പോകുന്ന വെച്ചാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ ടോം ആൻഡ് ജെറി റൈഡിൽ കയറാൻ പോയി. അപ്പം അത് ശരിക്കും നമ്മൾ കുഞ്ഞിലൊക്കെ കാണാൻ ടോം ആൻഡ് ജെറി മൂവീസിലുള്ള പോലെ തന്നെ ആ ടേബിളൊക്കെ ടോം ആൻഡ് ജെറി കൊണ്ട് വഴക്കുണ്ടാക്കിയിട്ട് അടുത്തേ പോലെ ഗൈസ്. Major pro tip: make sure that your children are at least 120 centimeter tall. ഹൈറ്റ് അല്ലെങ്കിൽ ചില റൈഡിൽ കേട്ടത് പോലെയില്ല, പിള്ളേർക്ക് വിഷമം. അപ്പം അങ്ങനെയെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് പോവല്ലേ.